140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. FCRA നിയമ ഭേദഗതി പിൻവലിക്കണം, പ്രമേയം പാസാക്കി നിയമസഭ. ഓപ്പറേഷൻ തൂഫാൻ 75 പേരെ അറസ്റ്റ് ചെയ്തു. MDMAയും മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. പോലീസുകാർക്ക് മതചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് നിയന്ത്രണം. സർക്കുലർ പുറത്തിറക്കി DGP. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ ഹൃദയവും ശ്വാസകോശവും തലച്ചോറുമില്ല. വിഴിഞ്ഞത്തെ MSC നിക്ഷേപത്തിന് അദാനി ഗ്രൂപ്പ് അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. FCRA നിയമ ഭേദഗതി പിൻവലിക്കാൻ പ്രമേയം പാസാക്കി നിയമസഭ. കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പ്രമേയം നിയമസഭ പാസാക്കി. പ്രമേയത്തെ LDF പൂർണ്ണമായി പിന്തുണച്ചപ്പോൾ സഭയിലുണ്ടായിരുന്ന 2 BJP അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ 2 പേരാണ് എതിർത്തത്. നിയമ ഭേദഗതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 25, 29 എന്നീ വകുപ്പുകളിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതാണെന്നും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കാൻ നിയമ ഭേദഗതി വ്യാപകമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് പിന്നാക്ക ട്രൈബൽ മേഖലകളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും ഭേദഗതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ 75 പേരെ അറസ്റ്റ് ചെയ്തു. MDMAയും മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മീഡിയം ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 6 കേസുകളും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 2 കേസുകളും കൂടാതെ കോപ്റ്റ പ്രകാരം 40 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് 130.541 ഗ്രാം MDMAയും 2.050 കിലോഗ്രാം കഞ്ചാവും 994 ഗ്രാം ഹാഷിഷ് ഓയിലും 0.22 ഗ്രാം ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 അറസ്റ്റുകൾ നടന്നു. പോലീസുകാർക്ക് മതചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് നിയന്ത്രണം. സർക്കുലർ പുറത്തിറക്കി DGP. ഔദ്യോഗിക വേഷത്തിൽ മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശവുമായി DGP. ഉദ്യോഗസ്ഥർക്കെതിരെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ മതപരമായ ചടങ്ങുകളിലും ആഘോഷത്തിലും ഔദ്യോഗിക വേഷത്തിൽ പങ്കെടുക്കുകയും റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഔദ്യോഗികമായ ക്രമസമാധാന പാലനത്തിനല്ലാതെ യൂണിഫോം ധരിച്ചുകൊണ്ട് മറ്റ് മതപരമായ ചടങ്ങുകളിലോ ആഘോഷങ്ങളിലോ പങ്കെടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് DGP സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ ഹൃദയവും ശ്വാസകോശവും തലച്ചോറുമില്ല. വെനസ്വേലയിൽ ഹൃദയാഘാതം മൂലം മരിച്ചെന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ നാവികൻ രാകേഷ് ചൗഹാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ ആന്തരിക അവയവങ്ങൾ കാണാനില്ലെന്ന് പരാതി. തലച്ചോറ്, ഹൃദയം, ശ്വാസകോശങ്ങൾ അടക്കമുള്ള പ്രധാന അവയവങ്ങളൊന്നും ശരീരത്തിൽ ഇല്ലെന്നാണ് ഉത്തർപ്രദേശ് ദേവരിയ സ്വദേശിയായ രാകേഷിന്റെ കുടുംബം ആരോപിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ മറ്റു വിവരങ്ങളോ നൽകാതെയാണ് മൃതദേഹം നാട്ടിലേക്ക് അയച്ചതെന്നും കുടുംബം പറയുന്നു. ഇന്ത്യയിൽ നടത്തിയ 2ാമത്തെ പോസ്റ്റ്മോർട്ടത്തിലാണ് ശരീരത്തിൽ ഒരു അവയവം പോലും ഇല്ലെന്ന വിവരം പുറത്തു വന്നത്. തലച്ചോറ്, ഹൃദയം, 2 ശ്വാസകോശങ്ങൾ, കരൾ, വൃക്കകൾ, ആമാശയം, കുടൽ, ശ്വാസനാളം എന്നിവയെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്ത നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിന് മുകളിൽ അടിവയർ വരെ 22 തുന്നലുകളും ഒരു ചെവിയിൽ നിന്ന് അടുത്ത ചെവി വരെ തലയ്ക്ക് പിന്നിലായി 21 തുന്നലുകളും ഉണ്ടായിരുന്നു.
ഇതോടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഫെഡറേഷൻ ഓഫ് യൂണിയൻസ് ഓഫ് ഇന്ത്യ രംഗത്തെത്തി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സംഘടനയുടെ ആവശ്യം. വിഴിഞ്ഞത്ത് MSC നിക്ഷേപത്തിന് അദാനി ഗ്രൂപ്പ് അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് MSC കമ്പനി വിദേശ നിക്ഷേപം നടത്തുന്നത് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് സർക്കാരിനോട് അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. വിദേശ നിക്ഷേപം നടക്കുന്നു എന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇതിനായി സർക്കാരിനോട് അനുമതി തേടിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കരാറിലെ ക്ലോസ് 5 പ്രകാരം സർക്കാരിന്റെ അംഗീകാരം ഇല്ലാതെ അവർക്ക് ഈ ഷെയർ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിന്റെയും ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെയും അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ 49% ഓഹരിയാണ് MSCയുടെ തുറമുഖ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് വാങ്ങുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.